നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊട്ടാരക്കര കിഴക്കേക്കര സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റ്സുകൾ ഒരുക്കുന്ന റേഡിയോ 16.1 SPC റേഡിയോ മരിയൻ വാണി. അറിയാം പറയാം കേട്ടുകൊണ്ടേയിരിക്കാം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ലിൻഡ. അധ്യയന വർഷത്തിൻ്റെ ആരംഭം ജൂൺ. പ്രതീക്ഷകളുടെ മാസം. പുത്തൻ തീരുമാനങ്ങൾ എടുക്കുന്ന വിദ്യാർത്ഥികൾ. പഴയതെല്ലാം മറന്ന് വിജയത്തിൻ്റെ ഉന്നതിയെ പുതിയതിനെ എത്തിപ്പിടിക്കാൻ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന മാസം. നൂറ്റാണ്ടിനെ കീഴടക്കാൻ നമ്മൾ വിദ്യാർത്ഥികൾ ഒരുങ്ങുകയാണ്. കൂട്ടിന് അപ്പനമ്മമാർ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, നമ്മെ സ്നേഹിക്കുന്ന ഒട്ടേറെ ആളുകൾ. ലോകം മാറിക്കഴിഞ്ഞു. റോബോട്ടുകൾ നിയന്ത്രിക്കുന്ന കാലത്തിലാണ് നമ്മൾ. എങ്കിലും നമ്മുടെ കുടുംബങ്ങളുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന സംഭവങ്ങളെ കാണാതെ പോകാൻ കഴിയില്ല. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ, പഠന സാഹചര്യങ്ങളെ കരുതലോടെ നോക്കുന്ന അച്ഛൻ, അമ്മ ഇവർ പ്രവാസത്തിലുമുണ്ട്. തൊട്ടടുത്ത് നടന്ന ദുഃഖവാർത്തകളെ കാണാതെ ജൂണിലേക്ക് പോകാൻ നമുക്ക് കഴിയില്ല. പ്രത്യേകതകളും ആഘോഷങ്ങളും ഒരുപാടുള്ളപ്പോഴും വിങ്ങുന്ന ഹൃദയങ്ങളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. കുവൈറ്റിലുണ്ടായ അഗ്നിബാധയിൽ നമുക്ക് നഷ്ടപ്പെട്ട മലയാളികളെ നെഞ്ചോട് ചേർക്കുന്നു. അവരുടെ കുടുംബങ്ങളെ നമുക്ക് ആശ്വസിപ്പിക്കാൻ കഴിയില്ല എങ്കിലും ദൈവകൃപ അവരിൽ ഉണ്ടാകട്ടെ എന്നും അവരുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകാൻ ഈശ്വരന് കഴിയട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കാം. പരിസ്ഥിതി ദിനം, ലോക ഭക്ഷ്യസുരക്ഷാ ദിനം, ലോക ബാലവേല വിരുദ്ധ ദിനം, രക്തദാന ദിനം, അന്താരാഷ്ട്ര യോഗ ദിനം, ലഹരി വിരുദ്ധ ദിനം, ഇങ്ങനെ ജൂൺ മാസത്തിൻ്റെ പ്രത്യേകതകൾ ഏറെയാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട PN പണിക്കർ, ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ, അദ്ദേഹത്തിൻ്റെ ചരമദിനം ജൂൺ 19 വായനാ ദിനം. ജന്മദിനങ്ങളാണ് നമ്മുടെ ആഘോഷങ്ങളെല്ലാം. എന്നാൽ ചരമദിനം വായനാ ദിനത്തിന് മാത്രം. അതിനെക്കുറിച്ച് പിന്നാലെ പറയുന്നുണ്ട്. ജൂണിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ അവധിക്കാലത്തും ഈ മാസത്തിലും നമുക്ക് നഷ്ടപ്പെട്ടവർ ധാരാളമാണ്. മുന്നറിയിപ്പുകളെ അവഗണിച്ച് അപകടത്തിൽപ്പെട്ടവരും, വെള്ളച്ചാട്ടത്തിൽ കളിച്ചുകൊണ്ടിരുന്ന് പ്രതീക്ഷിക്കാതെ നഷ്ടപ്പെട്ടവരും, അഗ്നിബാധയ്ക്കിരയായവരും, അറിഞ്ഞും അറിയാതെയും വാഹന അപകടങ്ങളിൽപ്പെട്ട് നഷ്ടപ്പെട്ടവരും, അംഗഭംഗം സംഭവിച്ചവരും, ഉത്തരവാദിത്തപ്പെട്ടവരുടെ അനാസ്ഥ മൂലം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏറ്റവരും എല്ലാവരും ഇപ്പോൾ നമുക്ക് മുന്നിലുണ്ട്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പ്രാർത്ഥനയും അപേക്ഷിച്ചുകൊണ്ട് അവരോടൊപ്പം നിൽക്കാൻ സന്മനസ് കാണിച്ചുകൊണ്ട് പുതിയ അധ്യയന വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവകൃപയ്ക്കായി യാചിച്ചുകൊണ്ട്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് കൊട്ടാരക്കര കിഴക്കേക്കര സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റ്സുകൾ ഒരുക്കുന്ന റേഡിയോ 16.1 SPC റേഡിയോ മരിയൻ വാണി. ഹായ്, ഹലോ, നമസ്കാരം. കൊട്ടാരക്കര സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റ്സ് ഒരുക്കുന്ന റേഡിയോ 16.1 SPC റേഡിയോ മരിയ. അറിയാം പറയാം കേട്ടുകൊണ്ടേയിരിക്കാം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അലീന. ബാലവേല നിരോധന ദിനം വീണ്ടും എത്തുന്നു. ജൂൺ 12 അന്തർദേശീയ ബാലവേല വിരുദ്ധ ദിനമായി നമ്മൾ ആചരിക്കുന്നു. ഇത്തരം ദിനങ്ങൾ വരികയും അത് ആഘോഷിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. എന്നാൽ ബാലവേല എന്തുകൊണ്ട് ഇപ്പോഴും നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലാണ് നമ്മുടെ രാജ്യം. ബാല്യം വിടും മുമ്പേ മുതിർന്നവരെ പോലെ പണിയെടുത്ത് ജീവിക്കുന്ന കുട്ടികൾ. ഇത് എന്തൊരു ദുരവസ്ഥയാണല്ലേ. നാളെയുടെ ഭാവി കുരുന്നുകളെ വിദ്യാഭ്യാസവും ആരോഗ്യവും നൽകി വളർത്തുന്നതിന് പകരം ചൂഷണം ചെയ്യുകയാണ് ഇന്ന് ലോകമെങ്ങും. രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായ കുട്ടികളെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്ത ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നമുക്കറിയാം. കുട്ടികളെക്കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചും അദ്ദേഹത്തിന് നിറമുള്ള സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. ആ ഒരു തീഷ്ണത മറ്റാരിലും കണ്ടിട്ടില്ല എന്നത് വേദനാജനകമായ ഒരു കാര്യമാണ്. 1986 ബാലവേല നിരോധന നിയമമനുസരിച്ച് 14 വയസ്സ് തികയാത്ത കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പാടില്ല. അങ്ങനെ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ കുട്ടികളെ ചൂഷണങ്ങളിൽ നിന്നും വിവേചനങ്ങളിൽ നിന്നും മോചിപ്പിക്കേണ്ടത് നല്ല നാളെയുടെ ആവശ്യമാണ്. ആ ഉത്തരവാദിത്തത്തിന്റെ ബോധ്യപ്പെടുത്തലായി ജൂൺ 12 മാറുകയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 16.21 SPC റേഡിയോ മരിയ. അറിയാൻ പറയാം കേട്ടുകൊണ്ടേയിരിക്കാം. ഹായ്, ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 16.1 SPC റേഡിയോ മരിയ. അറിയാൻ പറയാം കേട്ടുകൊണ്ടേയിരിക്കാം. എന്ന് നിങ്ങളുടെ സ്വന്തം റേഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ലക്ഷ്മി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ലൈഫ് ഓഫ് പൈ എന്ന് പറയുന്ന ഒരു ബുക്കിനെ പറ്റിയിട്ടാണ്. യാൻ മാർട്ടിൻ എന്ന എഴുത്തുകാരൻ കാനഡയിൽ 2001 പബ്ലിഷ് ചെയ്ത ബുക്കാണ് ലൈഫ് ഓഫ് പൈ.
ലോകത്തിൽ എല്ലായിടത്തുമായിട്ട് 10 മില്യണിൽ കൂടുതൽ കോപ്പി വിറ്റ ഈ നോവലിനെ 5 വട്ടം ലണ്ടനിലെ 5 പബ്ലിഷിംഗ് ഹൗസുകളാണ് റിജക്ട് ചെയ്തത്. നോവൽ തുടങ്ങുന്നത് 1960 കാലഘട്ടത്തിലെ പോണ്ടിച്ചേരിയിൽ വെച്ചിട്ടാണ്. കഥയിലെ പ്രധാന കഥാപാത്രമായ പൈപ്പട്ടേൽ എന്ന കുട്ടിയുടെ ബാല്യകാല ദിനങ്ങളിലാണ് നോവലിലെ ആദ്യ ഭാഗം. നോവലിന്റെ രണ്ടാം ഭാഗത്തിൽ നാം എത്തുമ്പോൾ 1976 അടിയന്തരാവസ്ഥ പ്രഖ്യാപനമാണ് നാം കാണുന്നത്. അന്ന് പോണ്ടിച്ചേരിയിൽ മൃഗശാല നടത്തിയിരുന്ന പയ്യോട് അച്ഛനാകട്ടെ തന്റെ സൂ വിറ്റിട്ട് കുടുംബത്തെയും സൂവിലുള്ള ജീവികളെയും കൂട്ടി കാനഡയിൽ പുതിയതായിട്ട് ജീവിതം തുടങ്ങാൻ തീരുമാനിക്കുന്നു. കാനഡയിൽ എത്താൻ അവർ കയറിയ ജാപ്പനീസ് ഷിപ്പാണെങ്കിൽ മനില എന്നുള്ള സ്ഥലത്ത് വെച്ച് മുങ്ങുകയാണ് ചെയ്യുന്നത്. പയ്യാണെങ്കിൽ ഒരു ലൈഫ് ബോട്ടിൽ കയറി രക്ഷപ്പെട്ടുവെങ്കിലും അയാൾ ഒഴികെയുള്ള എല്ലാവരും മരിച്ചു. എന്നാൽ ആ ബോട്ടിൽ അവൻ ഒരിക്കലും തന്നെയായിരുന്നില്ല. അവന്റെ കൂടെ ആ ബോട്ടിലാണെങ്കിൽ അവരുടെ തന്നെ സൂവിലെ ഒരു ഹൈന, സീബ്ര, ഒറാങ്ങുട്ടാൻ, പിന്നെ റിച്ചർഡ് പാർക്കർ എന്ന യുണീക്ക് ആയിട്ടുള്ള ഒരു പേരുള്ള ബംഗാൾ കടുവയും ഉണ്ടായിരുന്നു. ദുരന്തത്തിന് ശേഷമുള്ള 227 ദിവസങ്ങളിലാണ് ബോട്ടിൽ കയറിയ ഓരോ ജീവിയുടെ സിംബോളിസം നാം മനസ്സിലാക്കുന്നതും പൈപ്പട്ടേൽ എന്ന കൊച്ചുകുട്ടിയുടെ മനസ്സിലൂടെ പോയ കഥകൾ നമ്മൾ മനസ്സിലാക്കുന്നതും. ഒരു ഫാന്റസി സർവൈവൽ ത്രില്ലർ എന്ന നിലയിൽ ലൈഫ് ഓഫ് പൈ വിശ്വപ്രസിദ്ധമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം അതിനൊരു മൂവി അഡാപ്റ്റേഷനും ഉള്ളത്. എന്നാൽ സിനിമയിലില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ബുക്കുകളിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ലൈബ്രറിയിലോ ബുക്ക് സ്റ്റോളിലോ ഈ ബുക്ക് ഉണ്ടെങ്കിൽ വായിക്കാൻ തന്നെ ശ്രമിക്കുക. യു ആർ ലിസണിംഗ് ടു 16.1 SPC റേഡിയോ മരിയ. അറിയാൻ പറയാം കേട്ടുകൊണ്ടേയിരിക്കാം. ദിസ് ഇസ് ലക്ഷ്മി പാർവതി ജെ സൈനിങ് ഓഫ്. ഹായ് ഹലോ നമസ്കാരം. സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റ്സ് നടത്തുന്ന 16.21 SPC റേഡിയോ മരിയ. അറിയാൻ പറയാം കേട്ടുകൊണ്ടേയിരിക്കാം. ദിസ് ഈസ് RJ അൽക്ക. ലഹരി എന്ന വൻ വിപത്തിനെതിരെ രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുക എന്ന ലക്ഷ്യവുമായാണ് ഐക്യരാഷ്ട്ര സംഘടന 1987 മുതൽ ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത്. ലഹരിക്കെതിരെ ഏറ്റവും ഫലപ്രദമായ മാർഗം ബോധവൽക്കരണമാണ്. ഇന്നത്തെ ലോകത്തിൽ യുവാക്കൾ മയക്കുമരുന്ന് ദുരുപയോഗത്തിന് വളരെ സാധ്യതയുള്ളവരാണ്. മുതിർന്നവരുടെ മാർഗനിർദ്ദേശവും മാതാപിതാക്കളുടെ പിന്തുണയും ചെറുപ്പക്കാർ പലപ്പോഴും നിരസിക്കുന്നു. വളരെ ചെറിയ കാരണങ്ങൾ കൊണ്ടുപോലും നാം മയക്കുമരുന്നുകളെ ആശ്രയിക്കുന്നു. എന്നാൽ അവ നമുക്ക് വരുത്തുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് നാം ഓർക്കുന്നില്ല. രോഗലക്ഷണങ്ങൾ മാത്രം കണക്കിലെടുത്ത് മരുന്ന് നിർദ്ദേശിക്കാതെ രോഗിയുടെ ശരീരപ്രകൃതവും ശീലങ്ങളും കൂടി പരിഗണിക്കണം. രോഗത്തിനും രോഗിക്കും കൃത്യമായി യോജിച്ചതായിരിക്കണം മരുന്ന് എന്ന് വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ഹിപ്പോക്രാറ്റ്സ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലഹരി മരുന്നുകളുടെ ആവർത്തിച്ചുള്ള ഉപയോഗം നമ്മുടെ ഇന്ദ്രിയങ്ങളുടെയും തലച്ചോറിന്റെയും പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കുന്നു. ഇവ നൽകുന്ന സുഖം താൽക്കാലികം മാത്രമാണ്. എന്നാൽ ഇത്തരം സുഖത്തിന് അടിമപ്പെട്ടു പോകുന്നവർ ഒരിക്കലും അതിൽ നിന്ന് മോചിതരാകുന്നില്ല. അവർ എപ്പോഴും വിഷണരും മനോനില തെറ്റിയവരെ പോലെയും പെരുമാറുന്നു. ജീവിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇവർ സ്വയം വേദനിപ്പിച്ച് അതിൽ നിന്ന് പോലും സുഖം കണ്ടെത്തുന്നു. മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ, കംഫീൻ, ഹെറോയിൻ മുതലായ ഇൻഹലേറ്റുകൾ മയക്കുമരുന്നിൽ ഉൾപ്പെടുന്നു. കുടുംബവഴക്ക്, കൂട്ടുകെട്ട്, ചുറ്റുമുള്ളവരോടുള്ള വാശി, പഠനത്തോടുള്ള പേടി ഒക്കെ ആയിരിക്കാം കുട്ടികളെ ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത്. വലിച്ചു തീർക്കുന്ന ഓരോ പുകച്ചുരുളുകളിലും എരിഞ്ഞു തീരുന്ന ജീവിതങ്ങൾ അനവധിയാണ്. ലഹരി നശിപ്പിക്കും വ്യക്തിയെയും കുടുംബത്തെയും ആ നാടിനെയും. അതിനാൽ വർജിക്കാം, പ്രതിരോധിക്കാം ലഹരി എന്ന മഹാമാരിയെ. നമുക്കൊന്നിക്കാം നല്ലൊരു ഭാവിക്കായി. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കിഴക്കേക്കര സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റ്സ് നടത്തുന്ന 16.21 SPC റേഡിയോ മരിയ. അറിയാൻ പറയാം കേട്ടുകൊണ്ടേയിരിക്കാം. മറ്റു വിശേഷങ്ങൾക്കായി കാത്തിരിക്കാം. നമസ്കാരം. 16.21 SPC റേഡിയോ മരിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറിയാൻ പറയാം കേട്ടുകൊണ്ടേയിരിക്കാം. ഞാൻ RJ കെസിയ. മനസ്സിന് ശാന്തി നൽകാൻ, മാനസികാരോഗ്യത്തിന് ദുഃഖമകറ്റാൻ, എന്നിങ്ങനെ എല്ലാത്തിനും പ്രതിവിധിയാകാൻ സംഗീതത്തിന് കഴിയും. സംഗീതം ഒരു ആഗോള ഭാഷയാണെന്ന് തന്നെ പറയാം. സംഗീതം ആസ്വദിക്കുന്നതും മാനസികാരോഗ്യത്തിന് നല്ലതാണെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ജൂൺ 21 ലോക സംഗീത ദിനമായി ആചരിക്കുന്നു. 1982 ഫ്രാൻസിലാണ് ആദ്യമായി ലോക സംഗീത ദിനം ആചരിച്ചത്. അന്നത്തെ ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രി ജാക്ക് ലാഗാണ് ഇത് സംഘടിപ്പിച്ചത്. സമ്മർ സോൾസ്റ്റിസിലാണ് ജാക്ക് ലാഗും മൗറിസ് ഫ്ലൂറട്ടും ചേർന്ന് പാരീസിൽ ഫേറ്റ് ദ മ്യൂസിക് ആരംഭിച്ചത്. അതുകൊണ്ടാണ് ലോക സംഗീത ദിനം ഫേറ്റ് ദ മ്യൂസിക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലോക സംഗീത ദിനം ആരംഭിക്കുന്നതിനും സംഘടിപ്പിക്കുന്നതിനും പിന്നിലുള്ള പ്രധാന വ്യക്തിയാണ് ഫ്ലൂറട്ട്.
ഇന്ത്യ, ഇറ്റലി, ബ്രസീൽ, ജപ്പാൻ, ചൈന, മെക്സിക്കോ, കാനഡ, മലേഷ്യ, ഗ്രീസ്, റഷ്യ, ഇക്വഡോർ, ഓസ്ട്രേലിയ, പെറു, UK എന്നിവിടെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും സംഗീത ദിനം ആചരിച്ചു. ഇന്ന് നൂറുകണക്കിന് നഗരങ്ങൾ ഈ ദിവസം വളരെ ആവേശത്തോടെ ആഘോഷിക്കുന്നു. വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനും മാനസിക സന്തോഷത്തിനും തലച്ചോറിനും സംഗീതം നല്ലതാണ്. മാനസിക സംഘർഷം കുറയ്ക്കുകയും ഉത്കണ്ഠ കുറയ്ക്കാനും സംഗീതത്തിനാകും. ക്യാൻസർ രോഗികളിൽ നടത്തിയ പരീക്ഷണത്തിൽ സംഗീതം ആസ്വദിക്കുന്നത് ഉത്കണ്ഠ കുറയ്ക്കാൻ സാധിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. നമ്മുടെ ശരീരത്തെ ശാന്തമാക്കുകയും ഉന്മേഷവും വിശ്രമവും അനുഭവിക്കാൻ നമ്മെ സഹായിക്കുന്നതുമായ ഒരു സ്വരമാധുര്യമാണ് സംഗീതം. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഉത്കണ്ഠയും സമ്മർദ്ദവും ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നു. സംഗീതം നിസ്സംശമായും വേദന സുഖപ്പെടുത്തുന്നതിനുള്ള മികച്ച മാർഗമാണ്. അത് നമ്മെ ഈണത്തിൻ്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അസുഖരവും അസ്വസ്ഥവുമായ ചിന്തകളെ മറക്കുന്നു. നമ്മുടെ ഇന്നത്തെ കാലത്ത് പഴയ ഓർമ്മകൾ തിരികെ കൊണ്ടുവരാൻ സംഗീതത്തിന് കഴിയും. മ്യൂസിക് തെറാപ്പി നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ നിരവധി പ്രശ്നങ്ങളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുന്നു. നമ്മൾ മ്യൂസിക് തെറാപ്പിയിൽ പങ്കെടുക്കുമ്പോൾ അത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ വേഗത്തിലാക്കാനും ശാന്തത പാലിക്കാനും സഹായിക്കുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് കൊട്ടാരക്കര സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കേഡറ്റ്സുകൾ ഒരുക്കിയ 16.21 SPC റേഡിയോ മരിയ. അറിയാം പറയാം കേട്ടുകൊണ്ടേയിരിക്കാം. ഹായ് ഹലോ നമസ്കാരം. സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റ്സ് നടത്തുന്ന 16.21 SPC റേഡിയോ മരിയ. അറിയാം പറയാം കേട്ടുകൊണ്ടേയിരിക്കാം. ദിസ് ഈസ് RJ അൻസ. ജൂൺ മാസം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പുത്തൻ ഉടുപ്പും പുത്തൻ ബാഗും പുത്തൻ കുടയുമായി ചാറ്റൽ മഴയത്ത് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെയാണ്. ജൂൺ മാസത്തിൽ വടക്കൻ അർദ്ധഗോളത്തിൽ വേനൽക്കാലം ആരംഭിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പകൽ സമയമുള്ള വേനൽക്കാല അവധിയും ഉൾപ്പെടുന്നു. തെക്കൻ അർദ്ധഗോളത്തിൽ ജൂൺ മാസത്തിൽ ശീതകാലത്തിൻ്റെ തുടക്കമാണ്. വർഷത്തിൽ ഏറ്റവും കുറച്ച് മണിക്കൂറുകളോളം പകൽ വെളിച്ചമുള്ള ദിവസമായ ശീതകാല അവധിയും അടങ്ങിയിരിക്കുന്നു. ജൂണിൽ നിരവധി ആചരണങ്ങൾ നടക്കുന്നു. വടക്കൻ അർദ്ധഗോളത്തിലെ വേനൽക്കാല അവധിയുടെ ആഘോഷമായ മധ്യവേനൽ പല രാജ്യങ്ങളിലും ആരംഭിക്കുന്നു. കത്തോലിക്ക മതത്തിൽ ഈ മാസം യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ഭക്തിക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഇത് വിശുദ്ധ ഹൃദയത്തിൻ്റെ മാസം എന്നറിയപ്പെടുന്നു. LGBT വ്യക്തികളുടെ ആഘോഷവും അവരുടെ പൗരസ്വാതന്ത്ര്യത്തിൻ്റെ പുരോഗതിയും ആഘോഷിക്കുന്ന പ്രൈഡ് മാസമാണ് ജൂണിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആചരണം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കിഴക്കേക്കര സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റ്സ് നടത്തുന്ന 16.21 SPC റേഡിയോ മരിയ. അറിയാൻ പറയാം കേട്ടുകൊണ്ടേയിരിക്കാം. മറ്റു വിശേഷങ്ങൾക്കായി കാതോർക്കാം. ഹായ് ഹലോ നമസ്കാരം. കൊട്ടാരക്കര സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC യൂണിറ്റ് നടത്തുന്ന 16.21 SPC റേഡിയോ മരിയ. അറിയാൻ പറയാം കേട്ടുകൊണ്ടേയിരിക്കാം. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ഷെലിൻ. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. 2014 ഡിസംബർ 11 ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളന പ്രകാരം ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നു. ജൂൺ 21 യോഗാ ദിനമായി ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസമ്മേളനത്തിൽ നിർദ്ദേശിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഭാരതത്തിൽ ഉത്ഭവം കൊണ്ട യോഗ ശാരീരികവും മാനസികവും ആത്മീയവുമായ തലങ്ങളെ സ്പർശിച്ച് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മാറ്റം ലക്ഷ്യമിടുന്നു. ഉത്തരായണാന്ത ദിവസമായ ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി നിർദ്ദേശിക്കുമ്പോൾ മോദിജി ഇപ്രകാരം പറഞ്ഞു: ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും നീണ്ട ദിനമായ ഇതിന് ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രത്യേക സ്ഥാനമുണ്ട്. യോഗാഭ്യാസം, ധ്യാനം എന്നിവയാണ് യോഗാ ദിനത്തിലെ ആഘോഷങ്ങൾ. യോഗാ ദിനത്തിൻ്റെ പ്രാധാന്യമെന്നത് ഇത് ജീവിത പ്രവർത്തനത്തിൻ്റെ പര്യവേക്ഷണവും മതങ്ങളെയെല്ലാം പിന്തള്ളിക്കൊണ്ട് മനുഷ്യ വളർച്ചയ്ക്കുള്ള സാധ്യതയും ആന്തരിക വികസന ശാസ്ത്രം, സൗഖ്യം, വിമോചനം എന്നിവ ഭാവി തലമുറയ്ക്ക് പ്രദാനം ചെയ്യപ്പെടുന്നതിനുള്ള ഉപാധിയും ലോകത്തിൽ തന്നെ ഒത്തൊരുമയുള്ള ഏക കുടുംബമായി കണക്കാക്കുന്നതിനുള്ള മാർഗങ്ങളിൽ ഒന്നുമാണ് എന്നതാണ്. നമുക്കേവർക്കും ഇതിലൂടെ ശാരീരികവും മാനസികവുമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദിസ് ഈസ് 16.21 SPC റേഡിയോ മരിയ. അറിയാം പറയാം കേട്ടുകൊണ്ടേയിരിക്കാം. അറിയാം പറയാം കേട്ടുകൊണ്ടേയിരിക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
കൊട്ടാരക്കര കിഴക്കേക്കര സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റ്സുകൾ ഒരുക്കുന്ന റേഡിയോ 16.1 SPC റേഡിയോ മരിയ മരിയൻ വാണി. ജൂൺ മാസത്തിലെ ധാരാളം വിശേഷങ്ങൾ നാം കേട്ടു കഴിഞ്ഞു അല്ലേ? പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നന്മകൾ നേരുന്നു. അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഫലവത്താക്കാൻ അവർ നടത്തുന്ന പരിശ്രമങ്ങൾക്കൊപ്പം നമുക്ക് മുന്നേറാം. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് കൊട്ടാരക്കര കിഴക്കേക്കര സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റ്സുകൾ ഒരുക്കുന്ന റേഡിയോ 16.1 SPC റേഡിയോ മരിയ മരിയൻ വാണി.